കല്യാണങ്ങൾക്ക് ഒരു പന്തിയിൽ നല്ല ഇറച്ചിയും മീനും വിഭവങ്ങളും വിളമ്പുകയും മറ്റൊരു പന്തിയിൽ ഈ ബൊഫെ വെച്ചിട്ട് കുറച്ച് 4-3-7 കൂട്ടം കറി മാത്രം കൊടുക്കുകയും ചെയ്യുന്ന പരിപാടിയുണ്ട്. അതുപോലെയാണോ CPM-ൽ ബിനീഷ് കോടിയേരി നേരിടുന്ന പ്രശ്നം എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം 2020 പ്രിയപ്പെട്ട ബിനീഷിന്റെ കേസുണ്ടാകുമ്പോൾ പിണറായി വിജയന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ അറസ്റ്റ് അവരുടെ കയ്യിൽ, അതായത് അന്വേഷണ ഏജൻസിയുടെ കയ്യിൽ തെളിവുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവർ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുവന്നത്. അത് ആ കുടുംബം നേരിടട്ടെ എന്ന് പറഞ്ഞ അതേ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിയും 2024 വീണയുടെ കേസുണ്ടാകുമ്പോൾ അവൈലബിൾ സെക്രട്ടേറിയറ്റ് വിളിക്കുകയാണ്. അവൈലബിൾ സെക്രട്ടേറിയറ്റ് വിളിച്ച് പാർട്ടി സെക്രട്ടറി നേരിട്ട് വന്ന് മാധ്യമങ്ങളെ കണ്ട് ന്യായീകരിക്കുകയാണ്. ഇത് പാർട്ടിക്കെതിരായിട്ടുള്ള കേസാണ്, ഈ കേസ് പിണറായി വിജയൻ സഹാവിനെ നേരിട്ട് ആക്രമിക്കാനുള്ള കേസാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ബിനീഷ് കോടിയേരിയുടെ കേസ് ഉണ്ടാകുമ്പോൾ അന്വേഷണ ഏജൻസിയുടെ കയ്യിൽ, ഏത് അന്വേഷണ ഏജൻസി? സംഘ് പരിവാർ നിയന്ത്രിക്കുന്നുവെന്ന് CPM അവകാശപ്പെടുന്ന, കേന്ദ്രം ഈ ഡെപ്റ്റി പൊളിറ്റിക്സ് കളിക്കുന്നുവെന്ന് CPM ഇപ്പോൾ പറയുന്ന ആ അന്വേഷണ ഏജൻസി തന്നെയാണ് ബിനീഷിന്റെ കേസിലുള്ളത്. പുത്രി വാത്സല്യത്താൽ അന്ധനായോ അങ്ങ് എന്ന് 2024 അവൈലബിൾ സെക്രട്ടേറിയറ്റ് വിളിക്കുമ്പോൾ ചോദിക്കാൻ ഒരിക്കലെങ്കിലും ബിനീഷ് കോടിയേരിന്റെ അന്തരംഗം സൈലന്റ്ലി എങ്കിലും ചോദിച്ചിട്ടുണ്ടോ പിണറായി വിജയനോട്, പുത്രി വാത്സല്യത്താൽ അങ്ങ് മന്ദനായോ ധൃതരാഷ്ട്രേ എന്ന്? വസന്ത് പറയുന്നത് പോലെ അത്രയും ഓപ്പൺ ആയിട്ട് അവരെ ജനാധിപത്യം കൂടുതൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഞാനത് മോശപ്പെട്ട രീതി പറയുന്നില്ല, അത് അവരുടെ പാർട്ടിയിൽ അത് നല്ലത് എന്നുള്ള രീതി തന്നെയാണ്. അതങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. ഓരോ പാർട്ടിയെ സംബന്ധിച്ചിട്ടും അവരുടെ രീതിയാണല്ലോ പറയുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് കേഡർ പാർട്ടി സിസ്റ്റത്തിൽ നിൽക്കുമ്പോൾ ഈ ഇത്തരത്തിൽ